ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ്. പാലക്കാട്ടുകാരുടെ എന്ന് പറയാനൊരു കാരണമുണ്ട് കേട്ടോ. നമ്മളിതിൽ ഒട്ടും തന്നെ ഇൻഗ്രീഡിയൻസ് ഒന്നും പിശുക്കാണ്ടങ്ങ് അള്ളി വീശെങ്കിൽ മാത്രമേ നമുക്കിത് അതിൻ്റേതായ പെർഫെക്ഷനോട് കൂടി റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ തളിരിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മളിത് വിറകടുപ്പിലാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാനിവിടെ ഒരു ബിരിയാണി ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കായും പട്ടയും ഗ്രാമ്പും ഒക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പാലക്കാടൻ ഇറച്ചിച്ചോറിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം, ഈസിയാണ് എന്നൊന്നും പറയുന്ന റെസിപ്പി പോലെയല്ല. നമ്മൾ ഒരു പിശുക്കും കാണിക്കാതെ ഇൻഗ്രീഡിയൻസ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് പാലക്കാടൻ ഇറച്ചിച്ചോറ് അതിൻ്റേതായ പെർഫെക്ഷനോട് കൂട്ടിയിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് സവോള ആഡ് ചെയ്യുക. ഞാനിവിടെ 2.5 കിലോ അരി കൊണ്ടാണ് ഇറച്ചിച്ചോറ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2.5 കിലോ സവോള ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സവോള വേഗം വഴങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇടാറാണല്ലോ സവാളയിലേക്ക്. ഇത് സവാള ബ്രൗൺ കളർ ആയാലും പോരാ, സവാള ഒട്ടും കാണാത്ത രീതിയിൽ കുഴമ്പ് രൂപത്തിലാവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിത് സ്റ്റൗവിൽ ഉണ്ടാക്കാണ്ട് വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൽ 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല, ഞെട്ടി കളഞ്ഞ് കഴുകി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴങ്ങി നല്ല ചുവന്ന കളറായി വന്നിട്ടുണ്ട്. മസാല ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ കളറായി കിട്ടുവോളം നമ്മൾ ഇളക്കിയും കൊണ്ട് നിൽക്കണം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കുടം വെളുത്തുള്ളിയും അതിൻ്റെ പകുതി ഇഞ്ചിയും 15 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു ബേ ലീഫും കുറച്ച് പുതിന ഇലയിലും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ സവാള ഒന്നുകൂടെ. ഇനിയാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ 2 കിലോ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മുന്നേ തന്നെ പാലക്കാടൻ ബിരിയാണിയാണ്, അപ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രത്യേകത ഉണ്ടെന്ന്. നമ്മളിവിടെ 2.5 കിലോ റൈസാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞതാണ്. അതിലേക്ക് 2.5 കിലോ സവാളയും ഇവിടെ ഇപ്പോൾ 2 കിലോ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തക്കാളിയൊന്നും കാണാത്ത രൂപത്തിൽ എല്ലാം ഉടഞ്ഞ് നന്നായിട്ട് നല്ല ക്രീമി ആവുന്നത് വരെ നമ്മളിത് വഴറ്റിയും കൊണ്ടേയിരിക്കണം. അതാണ് നല്ല സ്ട്രെയിൻ എടുത്ത് ചെയ്യേണ്ടതാണ് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഈ ടൈം കണ്ട് നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 2 കിലോ ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റുകളെല്ലാം ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ സവാളയും തക്കാളിയും ഒന്നും കാണാത്ത രീതിയിൽ ഇത് ഇപ്പോൾ വഴക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോഴത്തോളം ഇത് അലിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ
മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് ഇട്ട ശേഷം നമ്മൾ വേറെ മസാല ഐറ്റംസ് ഒന്നും ഇനി ഇതിൽ ചേർക്കില്ല കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് നമ്മൾ അരി കുക്കായി കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2.5 കിലോ അരി ഫില്ലായി നിൽക്കുന്ന ടൈപ്പിലൊരു പാത്രത്തിൽ അളന്നെടുത്തിട്ട് അതിൽ നിന്ന് അരി മാറ്റിയിട്ട് ആ പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നെയ്ച്ചോറിനൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ. നമ്മൾ 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിക്കുമല്ലോ, അരിക്ക് ഇരട്ടി വെള്ളം. അതുപോലെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 നാരങ്ങ പിഴിഞ്ഞിട്ട് ആ നാരങ്ങ നീരൊന്ന് ചേർത്ത് കൊടുക്കാം. പുളിപ്പിന് ആവശ്യമായിട്ടുള്ള തൈരും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഉപ്പ് പാകമാണോ എന്നൊക്കെ നോക്കണം കേട്ടോ. പിന്നീട് നമുക്ക് ഇടാൻ പറ്റില്ല. നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ അരിക്ക് കൂടെ പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് പാകമാണോ എന്ന് നോക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ള അരി ആഡ് ചെയ്ത് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം കുറച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ അരി കുക്കായിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ അടുപ്പിൻ്റെ അടുത്തുനിന്ന് പോവാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അടുപ്പ് കുറച്ച് സ്ലോ ആയിട്ട് കത്തിക്കാനും ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഒക്കെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ആ അടപ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കനൽ കോരിയിട്ടിട്ട് പൊങ്ങി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടപ്പൊന്ന് ദമ്മായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കനലുള്ള കല്ലോ അമ്മിക്കുട്ടിയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളമോ എന്തെങ്കിലും നമുക്കൊരു കനത്തിന് വെച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ. അപ്പോൾ മക്കളെ, നമ്മുടെ പൊളി സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്ഷമയുള്ളവരാണെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ 1 മണിക്കൂറിൽ തന്നെ ചെമ്പ് പൊട്ടിച്ച് വിളമ്പി കഴിച്ച് തുടങ്ങിക്കോളുക. നമ്മുടെ പാലക്കാടൻ ഇറച്ചി ചോറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.